ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയിൽ മരണം 10 അതിനിടെ അഗ്നിബാധിത മേഖലകളിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ. പ്രദേശത്തെ വീടുകൾ കൊള്ളയടിക്കുന്നത് വ്യാപകമായതോടെയാണ് പുതിയ ഉത്തരവ്. ലോസ് ആഞ്ചലസിലെ പസഫിക് പാലിസേഡിലും ഈറ്റൺ അഗ്നിബാധിത മേഖലകളിലുമാണ് ഇപ്പോൾ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ രാത്രികാലത്ത് വീടുകൾ കൊള്ളയടിക്കുന്നത് വൻതോതിൽ വർദ്ധിച്ചതോടെയാണ് കർഫ്യൂ പുറപ്പെടുവിച്ചത്. കവർച്ചാ സംഘങ്ങൾ വ്യാപകമാകുന്നതായും ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. കാലാവസ്ഥാ പ്രവചനമനുസരിച്ച് വരും മണിക്കൂറുകളിൽ പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇത് തീ കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഈ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമായ റെഡ് ഫ്ലാഗ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഗ്നിബാധയിൽ ഇതുവരെ 10 പേർക്ക് ജീവൻ നഷ്ടമായി. 10,000-ത്തിലധികം വീടുകളും കെട്ടിടങ്ങളും തകർന്നു. ഏകദേശം 130 മുതൽ 150 ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. മരണസംഖ്യയും നാശനഷ്ടങ്ങളുടെ തോതും ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.